ഇതാണ് പഴയ കട, ഇതാണ് പുതിയ കട. ദേ കാണാം. ഇവിടുത്തെ ഡിസൈൻ കണ്ടാ തീരത്തില്ല. ഇതിന്റെയൊക്കെ പേരെന്തൊക്കെയാണ്? ഈ വർക്ക് കണ്ടോ? വേറൊരു വലിയ പ്രത്യേകത, 10,000 രൂപയ്ക്ക് ലേഡീസിന്റെ നവരത്ന മോതിരം കണ്ടോ? ഈ കാണുന്ന എത്ര പവനാ? 5 പവന്റെ വെഡിങ് സെറ്റ് ആണ്. 5 പവനേ ഉള്ളൂ. ഇത്രയും സാധനങ്ങൾ 5 പവൻ. ഇത് 2 ഗ്രാമേ ഉള്ളൂ ഈ വള. ഇത് കണ്ടോ, 2 ഗ്രാമിന്റെ വളയാ. എന്ത് ഭംഗിയാ നോക്കിയേ. ഡയമണ്ടിന്റെ താലി കണ്ടോ? ഇത് നമ്മൾ കടകളിലേക്കായിട്ട് നല്ല മേക്കിംഗ് കോസ്റ്റ് കുറവാണ്. നമ്മൾ കടകളിൽ എവിടെയും കിട്ടാത്ത മേക്കിംഗ് ചാർജിലാണ് നമ്മൾ ചെയ്യുന്നത്. ഏറ്റവും റേറ്റ് കുറവാ. നിങ്ങൾ തിരക്കി നോക്കിയോ, ഏറ്റവും റേറ്റ് കുറച്ചാണ് ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ ഇവിടെ കൊടുക്കുന്നത്. ഇതിപ്പം എത്ര ഗ്രാം കാണും? ഇതൊക്കെ ഒരു പവൻ 3/4 പവനൊക്കെ ഉണ്ടാവും. എത്ര? 2 ഗ്രാം. ഇത് നോക്കി ഒന്ന് നോക്കി കാണിച്ചേ. ഇവിടെ നോക്കാം. ഇത് നമുക്ക് ഇതിന്റെ സംഭവം കണ്ടോ? ഇത് നഗാസിൽ വരുന്ന. അപ്പൊ ഇങ്ങനെ ആന്റിക്കായിട്ട് വരുന്നതിനൊക്കെ റേറ്റ് കൊടുക്കും. ഇത് നമ്മൾ കടകളിലായിട്ട് വളരെ റേറ്റ് കുറവാണ്. മേക്കിംഗ് ചാർജ് ഭയങ്കര കോസ്റ്റ്ലി കുറവായിട്ടാ. അത് ചെറിയ വ്യത്യാസമല്ല, ഭയങ്കര വേരിയേഷൻ വരും. നല്ല വ്യത്യാസമുണ്ട്. സ്വർണം പ്രജിനെ, ഇവിടുത്തെ വിലക്കുറവിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇതുപോലെ ഇവിടെ ഇരുന്ന് എല്ലാ വർക്കുകളും ചെയ്യും. ഇവർക്കെല്ലാം നല്ല എക്സ്പീരിയൻസ് ഉള്ളവരാ. ഇതുപോലെ കുറെ പണിക്കാരുണ്ട് ഇവിടെ. ഇവിടുത്തെ ഗോൾഡിന്റെ വേറൊരു പ്രത്യേകത പറയാം. കൃത്യമായിട്ടുള്ള ടെസ്റ്റ് അത് കഴിഞ്ഞിട്ടാണ് ഇവിടുന്ന് കൊടുക്കുന്നത്. ഇനി ആർക്ക് വേണമെങ്കിലും ഇവിടെ ഒന്ന് ടെസ്റ്റ് ചെയ്യുകയും ചെയ്യാം. ഗൂഗിൾ മാപ്പിൽ അശോകൾ അടിച്ചു കൊടുത്താലും കിട്ടും, നേരെ എത്താൻ പറ്റും. നമസ്കാരം. നമസ്കാരം. നമ്മളിപ്പോ പ്രജിന്റെ നാട്ടിലാണ്. ബ്രഹ്മമംഗലം ഒരു ഗ്രാമമാണ്. അതെ അതെ, ഇവിടുത്തെ ഒരു സ്വർണ്ണക്കട. ഇവിടുത്തെ സ്വർണ്ണക്കട എന്ന് പറഞ്ഞാൽ നമ്മളൊരു വീഡിയോ നേരത്തെ ചെയ്തിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ തുടങ്ങിയ സ്വർണ്ണക്കട ഇത്രയും വലിയ സെറ്റപ്പിലെത്തി. ഇത് എത്തിയതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ സ്വർണത്തിന്റെ ക്വാളിറ്റി, അതുപോലെ വിലക്കുറവ്. പണിക്കാരുണ്ട്. വിലക്കുറവിന്റെ കാരണം പണിക്കാർ ഇവിടെ ഉണ്ട്. അത് നമുക്ക് നേരിട്ട് കാണാം. പാർക്കിംഗ് ഇത്രയെന്ന് പറഞ്ഞാലേ, ഒരു ഗ്രാമത്തിൽ, ബ്രഹ്മമംഗലം എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിൽ ഇത്രയും പാർക്കിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതേപോലുള്ള ആൾക്കാരാണ്. തിരുവനന്തപുരം, കണ്ണൂർ, കാസർഗോഡ് നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. നമ്മുടെ ആദ്യത്തെ വീഡിയോ ഭയങ്കരമായിട്ട് കണ്ടിരുന്നു. അപ്പൊ എന്തായാലും ഉള്ളിലെ വിശേഷങ്ങളൊക്കെ കാണാം. വെടിച്ചില് വർക്കുകളുള്ള സാധനങ്ങൾ കാണാം. ഇതാണ് ഉൾഭാഗം. നമ്മൾ ആദ്യം കണ്ട കടയും ഇതും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? ഒരുപാട് കളക്ഷൻ ഉണ്ട്. ഇവിടെ ഇല്ലാത്ത കളക്ഷൻ ഇല്ല. എല്ലാം കാണാം. നമസ്കാരം, നമുക്ക് പരിചയപ്പെടാം. ശരിക്കും നമ്മുടെ പഴയ വീഡിയോ കണ്ടിട്ടുള്ളതാണ്. എങ്കിലും ഇപ്പൊ എന്തൊക്കെയുണ്ട് വെറൈറ്റി ഇവിടെ? ഇപ്പൊ ഞങ്ങളിപ്പോ പുതിയതായിട്ട് ഇപ്പൊ ഈ കടയിലോട്ട് ഷിഫ്റ്റ് ആയതാണ്. ഇപ്പോഴത്തെ ഞങ്ങളുടെ പ്രത്യേകത ഏറ്റവും പ്രധാനം അത് അപ്പുറത്ത് സൗകര്യം ഉണ്ടായിരുന്നു. സൗകര്യം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു റൂമിലായിരുന്നു ഞങ്ങൾ അന്നത്തെ കട നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ഇത് കുറച്ചും കൂടി നല്ല സൗകര്യമായിട്ട് വിശാലമായ സൗകര്യത്തിലാണ്. സെലക്ട് ചെയ്യാനായിട്ട് ഏത് രീതിയിലും ചെയ്യാം. നേരത്തെ എന്ന് പറഞ്ഞാൽ ഒരു 2-3 കല്യാണ പാർട്ടി വന്നു കഴിഞ്ഞാൽ നിറയുമായിരുന്നു. ഇപ്പൊ അത് വേണ്ട. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു 10 കല്യാണ പാർട്ടി വന്നാലും ഞങ്ങൾക്ക് ലാവിഷായിട്ട് ഇരുത്തി അവരുടെ സന്തോഷപ്രദമായിട്ട് അവർക്ക് പർച്ചേസ് ചെയ്യാനുള്ള അവസരം ഇതിവിടെ സൗകര്യം കൊടുക്കുന്നുണ്ട്. നമുക്ക് അതുപോലെ ഏറ്റവും കുറവായിട്ട് എത്ര പവന് ഒരു കല്യാണ സെറ്റാണ് കൊടുക്കുന്നത്? അതൊരു 5 പവനുണ്ടെങ്കിലും നമുക്കൊരു കല്യാണ സെറ്റ് നമുക്ക് ഫുൾ സെറ്റായിട്ട് എല്ലാം വള, നെക്ലസ്, മറ്റ് കമ്മല്, എല്ലാ സാധനവും കൂടി നമുക്ക് കൊടുക്കാൻ പറ്റും. ഇവിടെ ഇപ്പൊ നിങ്ങൾ കാണുന്ന ഡിസൈൻ അല്ല, ഇനി ഏതെങ്കിലും പുതിയ ഡിസൈൻ നമുക്ക് ഓർഡർ തന്നു കഴിഞ്ഞാൽ അത് നമ്മൾ പണിതും തരും. അത് എത്ര ഗ്രാമിലായാലും എത്ര പവനിലായാലും ഏത് നീളത്തിലായാലും നമുക്ക് പണിത് തന്നതിന് കുഴപ്പമില്ല. ഏത് മോഡലാണെങ്കിലും ഇവിടെ ചെയ്തു തരും. കാരണം ഇവിടെ വർക്കുകാരുണ്ടായതുകൊണ്ട് ഏത് മോഡലായാലും നിങ്ങൾ ധൈര്യമായിട്ട് പോന്നാൽ മതി. എല്ലാ ടൈപ്പ് മോതിരങ്ങളും ഉണ്ട്. പിന്നെ പേരെഴുതിയ മോതിരം തന്നെ ആയാലും നമുക്ക് ഒരാള് ഒരു ഡിസൈൻ കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു പടം കൊണ്ട് തന്നാലോ അതേ സെയിം മോഡൽ തന്നെ നമ്മൾ പണിത് ചെയ്തു കൊടുക്കും. ഈ സൈഡ് ഇവിടം തൊട്ട് മോതിരം തുടങ്ങി ഇവിടെ വന്ന് ഇവിടം വരെ വളയാണ്. വളയുടെ ഏത് വെറൈറ്റി ഇവിടെ ഉണ്ട്. ഇവിടുത്തെ സെക്ഷൻ നമുക്ക് നെക്ലസുകളാണ്. ഇപ്പൊ ഇത് കൂടുതലും കല്യാണ ആവശ്യങ്ങൾക്കുള്ളതും അല്ലാത്തതുമായ ഡിസൈനുകളാണ് ഇവിടെ എല്ലാം ചെയ്തേക്കുന്നത്. അത് നമുക്ക് ഇന്ത്യയിൽ എവിടെ കിട്ടുന്ന സൈസ് ഡിസൈനുകൾ നമുക്ക് ഇവിടെ കിട്ടും. ഇനി അതും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും കാരണവശാൽ ഒരു ഡിസൈൻ ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും. ഒരു ഫോട്ടോ വേണ്ടി ഇനി വന്നാൽ മതി, അതേപോലെ തന്നെ ചെയ്തു തരും. ഇതെല്ലാം അങ്ങനെ പല വെറൈറ്റി ആയിട്ടുള്ളതാണ്. ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളാണ് ഇത് കൂടുതലും. അപ്പോൾ ഒരു 10 പവന്റെ ഒരു സെറ്റ് ഉണ്ടെങ്കിൽ നമുക്കൊരു 20 പവനൊക്കെ തോന്നുന്ന രീതിയിലുള്ള ഡിസൈനുകൾ ഇതിനകത്ത് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. ഇത് ആദ്യം പറഞ്ഞ 5 പവന്റെ ഒക്കെ കല്യാണത്തിൽ ഇപ്പൊ പാവപ്പെട്ടവരായിട്ടുള്ള കല്യാണത്തിൽ 5 പവന്റെ ഒക്കെ നടത്തുവാണെങ്കിൽ ഫുൾ സെറ്റായിട്ട് 5 പവന്റെ തന്നെ റെഡിയാക്കി തരുന്ന രീതിയിലുള്ള ലൈറ്റ് വെയിറ്റ് സാധനങ്ങൾ ഇതെല്ലാം. പ്രജന, ഈ കണ്ടത് കൂടാതെ ഒരു സെക്ഷൻ ഉണ്ട് ഇവിടെ മാത്രം. ഇവിടെ എന്തോ ഉള്ളത്? സന്തോഷമായിട്ട് അത് നമ്മുടെ ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. നമുക്ക് കയറി കണ്ടു. പിന്നെ ആന്റിക്സ്, ഡയമണ്ട്സ്, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇതിനകത്തുള്ളത്. ഇതൊന്ന് അടുത്ത് കണ്ടു നോക്കിയേ, ഈ സംഭവം കണ്ടാൽ മനസ്സിലാവും. ഈ വർക്ക് കണ്ടോ? ഇതിന്റെ സ്റ്റൈല് നോക്കിയേ, എന്തൊരു സൂപ്പറാ. ഈ ഡിസൈൻ ഏതാ? ഇത് നമുക്ക് നഗാസിലൊക്കെ വരുന്ന ഡിസൈൻസ് ആണ്. സ്റ്റോൺ വെച്ചിട്ടുള്ള ഡിസൈൻസ് ഒക്കെ, ഒരു ആന്റിക് സ്റ്റൈൽ തന്നെ. ഇത് നമ്മൾ കടകളിലേക്കായിട്ട് നല്ല മേക്കിംഗ് കോസ്റ്റ് കുറവാണ്. നമ്മൾ കടകളിൽ എവിടെയും കിട്ടാത്ത മേക്കിംഗ് ചാർജിലാണ് നമ്മൾ ചെയ്യുന്നത്. ഏറ്റവും റേറ്റ് കുറവാ. നിങ്ങൾ തിരക്കി നോക്കിയോ, ഏറ്റവും റേറ്റ് കുറച്ചാണ് ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ ഇവിടെ കൊടുക്കുന്നത്. പ്രജന, ഇവിടുത്തെ ഡിസൈൻ കണ്ടാൽ തീരത്തില്ല. ഇതിന്റെയൊക്കെ പേരെന്തൊക്കെയാണ്? പല ടൈപ്പ് മോഡൽസ് ഉണ്ട്. ആന്റിക്, ഡയമണ്ട്സ്, അതിൽ തന്നെ പല മോഡൽ, കുവൈറ്റി എന്നൊക്കെ പറഞ്ഞ മോഡലുണ്ട്. ഈ ഒരു സാധനം എടുത്തേ. ഇത് നമുക്ക് ഇതിന്റെ സംഭവം കണ്ടോ?
ഇതൊക്കെ ആന്റിക്ക് ഇത് നഗാസിൽ വരുന്ന. അപ്പൊ ഇങ്ങനെ ആന്റിക് ആയിട്ട് വരുന്നതിനൊക്കെ റേറ്റ് കൂടുമോ? ഇത് നമ്മൾ കടകളിലായിട്ട് വളരെ റേറ്റ് കുറവാണ്. മേക്കിംഗ് ചാർജ് ഭയങ്കര കോസ്റ്റ്ലി കുറവായിട്ടാ. നമ്മൾ ഏത് കടയിൽ പോയാലും ഇതിന്റെ ഒക്കെ മേക്കിംഗ് ചാർജ് ആണ് ഭയങ്കരമായിട്ട് എടുക്കുന്നത്. അത് ചെറിയ വ്യത്യാസമല്ല, ഭയങ്കര വേരിയേഷൻ വരും. നല്ല വ്യത്യാസമുണ്ട്. അതിന്റെ പവനിൽ 6000 രൂപ വരെ വ്യത്യാസം വരുന്ന മോഡലുകളുണ്ട്. അതിന്റെ പ്രത്യേകത നമ്മൾ ആദ്യം കണ്ടു പണിക്കാരുണ്ടായോണ്ട് മാത്രമാ. ഇനി അടുത്ത് കാണാം. അതിന്റെ മേളത്തെ വന്നെടുത്തേ, ആ സാധനം നിർത്തേ. ഇത് കണ്ടോ, ഇതിന്റെയൊക്കെ വർക്ക് കണ്ടോ, നോക്ക്. ഹാൻഡ് മെയ്ഡ് വർക്കിനകത്താണ് കൂടുതലായിട്ട് ചെയ്തേക്കുന്നതല്ല. ഇത് കണ്ടോ. പിന്നെ കുവൈറ്റി എന്ന് പറയുന്ന മോഡലുകൾ കാര്യങ്ങള്. ഇത് കുവൈറ്റി മോഡലാ. കുവൈറ്റി മോഡൽ. ഇതിന് വേറൊരു വെറൈറ്റി തിളക്കമാണ്. റോസ് ഗോൾഡ് വൈറ്റ് ഒക്കെ വെച്ച് എല്ലാവരും മിക്സ് ചെയ്തിട്ടുള്ള. ഇത് കഴുത്തേ കിടന്ന അടിപൊളിയാ. ഇതൊക്കെ നമ്മൾ കടകളിൽ നല്ല വേരിയേഷൻ വരുന്നതാണ് മേക്കിംഗ് ചാർജ്. ഇതൊക്കെ നമുക്ക് ഒരു പവനൊക്കെ ഇത് വെയിറ്റ് ഉള്ളൂ. ഇതൊരു പവനേ ഉള്ളൂ. ഈ വർക്ക് നല്ലതായിട്ടുള്ളതിനകത്ത് ഒരു പവനേ ഉള്ളൂ. ഇത് വരുമ്പോഴോ ഇതൊരു 3 പവനോളം വെയിറ്റ് വരുന്നത്. 3 പവൻ വെയിറ്റ് വരുന്നത്. പക്ഷെ കാഴ്ചയിൽ ഒരു 4-5 പവന്റെ പകിട്ടുണ്ട്. കൂടാതെ സ്റ്റോൺസിന്റെ കുറെ വെറൈറ്റി ഉണ്ട്. സ്റ്റോൺസിന്റെ വെറൈറ്റികളായി ഇതൊക്കെ ഇല്ലയോ? ഇതിനകത്ത് ഏതൊക്കെയാ വെറൈറ്റി ആയിട്ടുള്ളത്? സ്റ്റോണിൽ വരുന്ന ഒരു വെറൈറ്റി അടിപൊളി വർക്ക് കണ്ടോ. അതൊന്നെടുത്തേ. ഇത് കണ്ടോ, ആ റെഡ്, ആ തിളക്കം കണ്ടോ. ഇത് ആന്റിക് ഇത് തന്നെ അല്ലയോ? ഈ സ്റ്റോണിനൊക്കെ വില കുറവുണ്ടോ ഇവിടെ? സ്റ്റോണൊക്കെ കടകളിലായിട്ട് നല്ല കോസ്റ്റ് വേരിയേഷൻ വ്യത്യാസമുണ്ട്. ഇവരൊക്കെ ഒന്ന് തിരക്കി നോക്കട്ടല്ലയോ? ഇതൊക്കെ വെയിറ്റ് ഭയങ്കര കുറവാണ്. ഈ ഡിസൈൻ 2.5 പവനൊക്കെ ഇത് വെയിറ്റ് വരുള്ളൂ. 2.5 പവനേ ഉള്ളൂ ഇത് ഇത്രയും. അപ്പൊ ഇതൊക്കെ ശരിക്കും ഒന്ന് തിരക്കി നോക്കിയിട്ട് ഇവിടെ ഒന്ന് മേടിക്കുക. അപ്പൊ അറിയാൻ പറ്റും. ഇങ്ങോട്ട് താഴെ നോക്കി ഈ സാധനം ഒന്ന് എടുത്തേ. ആ ഓമിന്റെ ഒരു സാധനം ഇവിടെ കുറെ വെറൈറ്റി ഉണ്ട് കേട്ടോ. ഇതിപ്പം എത്ര ഗ്രാം കാണും ഇത്? ഇതൊക്കെ ഒരു പവൻ 3/4 പവനൊക്കെ ഉണ്ടാവും. എത്ര? 2 ഗ്രാം. ഇത് നോക്കി ഒന്ന് തൂക്കി കാണിച്ചേ. ഇവിടെ നോക്കാം. 2 ഗ്രാമേ ഉള്ളൂ. 2 ഗ്രാമേ ഉള്ളൂ. അത് കണ്ടാ പോലെ. ഇത് മാത്രമേ നോക്ക്. ഇതെല്ലാം ലൈറ്റ് വെയിറ്റ് അല്ല, അത്യാവശ്യം കുഴപ്പമില്ല. ഇതെല്ലാം എന്തൊരു മോൾഡിങ്ങാ, വെയിറ്റ് കുറവായിട്ട് മോൾഡ്. ഈ ആനയുടെ ഒക്കെ സംഭവം കണ്ടോ, എന്ത് ഭംഗിയാ. നമുക്ക് വളയുടെ വെറൈറ്റി ഒന്ന് കാണാം. ഇതിന്റെ വെറൈറ്റിയിലെ പ്രത്യേകത എന്തുവാ? നമുക്ക് വെയിറ്റ് വളരെ കുറവാണ്. ഇത് 2 ഗ്രാമേ ഉള്ളൂ ഈ വള. ഇത് കണ്ടോ, 2 ഗ്രാമിന്റെ വളയാ. എന്ത് ഭംഗിയാ നോക്കിയേ. അടുത്തത് 4 ഗ്രാം. 4 ഗ്രാം. അടുത്തത് ഇതൊക്കെ വരുന്നത് 1 പവനിലേക്ക് വരുന്ന 1 പവന്റെ ഒക്കെ. ഞാൻ പറഞ്ഞില്ലയോ, പൈസയുടെ കാര്യമല്ല, ഇഷ്ടപ്പെട്ടാൽ അതനുസരിച്ചുള്ള രീതിയിൽ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ടർക്കിഷ് എന്ന് പറയുന്ന മോഡല് വളകള്. ടർക്കിഷ് മോഡല്. ഇതെന്തോ മോഡലാ ഇത്? നമുക്ക് നഗാസിലൊക്കെ വരുന്ന പാറ്റേൺസ്. ആന്റിക്കും നഗാസൊക്കെ മിക്സ് ആയിട്ട് വരുന്ന. ഇത് കണ്ടോ, ഇത് കണ്ടോ, ഇതിന്റെയൊക്കെ വർക്കിന്റെ സംഭവം കണ്ടോ. എല്ലാം നല്ല അടിപൊളി വർക്കാ കണ്ടോ. ഈ മോഡൽ ഇതെല്ലാം ഹാൻഡ് വർക്കാ കൂടുതലായിട്ട് വരുന്നില്ല. മിക്സ് ആയിട്ട് വരും. ഹാൻഡ് മെയ്ഡ് ആയിരിക്കും കൂടുതലായിട്ടുള്ളത്. വേറൊരു വലിയ പ്രത്യേകത, 10,000 രൂപയ്ക്ക് ലേഡീസിന്റെ നവരത്ന മോതിരം കണ്ടോ. കൂടാതെ നമ്മൾ അങ്ങേ സൈഡിൽ ഇഷ്ടം പോലെ മോതിരങ്ങൾ കണ്ടു. നമുക്ക് വെയിറ്റ് കുറഞ്ഞ പോലെ ഉണ്ട്. ഇത് നവരത്ന മോതിരം അല്ലയോ? നവരത്ന മോതിരത്തിന്റെ എത്ര വെറൈറ്റിയാ നോക്കിയേ. ഇതൊക്കെ കണ്ടോ, ഇത് കണ്ടോ, എല്ലാ വെറൈറ്റി ഇവിടെ ഉണ്ട്. പിന്നെ ഇതൊക്കെയോ, ഇത് ഡയമണ്ട് റിങ്സ് വരുന്നുണ്ട്. പിന്നെ 18 ക്യാരറ്റില് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള മോഡൽ ഇങ്ങനത്തെ വർക്കുകൾ ഒരു വെറൈറ്റി മോതിരം കേട്ടോ കണ്ടോ. ഇതൊക്കെ പക്ക വെറൈറ്റീസിൽ വരുന്ന ആൾക്കാർ ഓരോരുത്തരും വെറൈറ്റി അല്ലേ നോക്കുന്നത്. ഇതിന്റെ കല്ലിന്റെ തിളക്കം കണ്ടോ. ഇതൊന്നും അല്ല, ഇനി ഇവിടുത്തെ ഏറ്റവും പുതിയ ട്രെൻഡ് സാധനങ്ങൾ കാണാം. ഇതെല്ലാം ഏറ്റവും പുതിയ വെറൈറ്റികളാണ്. നമുക്ക് ഇങ്ങനത്തെ മോഡലുകൾ ചോദിച്ചാൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ വരുന്നത്. ഇപ്പൊ ശരിക്കും ആൾക്കാരെ കണ്ട്, ലേഡീസിനെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള മോഡലുകളൊക്കെ കൂടുതലും വരുന്നത് കണ്ടോ. നിസ്സാര വെയിറ്റിലേ വരുള്ളൂ. 3 ഗ്രാം 4 ഗ്രാം അത്രേ ഉള്ളൂ. 18 ക്യാരറ്റിലാണ് വരുന്നത്. അപ്പൊ ഇതൊക്കെ വരുമ്പോഴേ റേറ്റ് കൂടുതലായിരിക്കും. ഇത് നമുക്ക് റേറ്റ് കടകളിൽ നല്ല വേരിയേഷൻ ആയിരിക്കും. ചെറിയ വ്യത്യാസം ആയിരിക്കില്ല. മറ്റു കടകളിലൊക്കെ നല്ല വ്യത്യാസം, ഭയങ്കര വില വേരിയേഷനിൽ വരും. ഇവരുടെ ഈ കടയുടെ കോസ്റ്റ് ഭയങ്കര വ്യത്യാസം. ഇവരുടെ ഈ കടയുടെ വലിയ പ്രത്യേകത എന്താണെന്നറിയോ, നിങ്ങൾ എവിടെ ആയാലും തിരക്കി വന്നിട്ട് 2 സൈഡും ഉണ്ട്. ഈ സൈഡുണ്ട്. 18 ക്യാരറ്റ് ആണെന്ന് വെച്ചാൽ ആൾക്കാർ മടിക്കേണ്ട ആവശ്യമില്ല. 18 ക്യാരറ്റിന്റെ റേറ്റേ വാങ്ങത്തുള്ളൂ. നിങ്ങൾക്ക് എപ്പോൾ എക്സ്ചേഞ്ചിന് വന്നാലും 18 ക്യാരറ്റിന്റെ വില കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കറക്റ്റ് ആയിട്ട് വരുന്നത്. ഇതുണ്ടോ, ഇതൊരു ഒരു ഈ ടൈപ്പ് ഉണ്ട്. ഇതുണ്ടോ. പിന്നെ ഇത് ചെയിൻ മാത്രമാണ്. നമുക്കിത് 1 ഗ്രാം 2 ഗ്രാം 18 ക്യാരറ്റിലെ ചെറിയ ചെയിനൊക്കെ 1 ഗ്രാം ഉള്ളത്. ഇത് 1 ഗ്രാം. ഇതിനൊക്കെ എത്ര പ്രൈസ് വരും? 2 ഗ്രാം. അതൊരു 7,000 രൂപ സ്റ്റാർട്ടിംഗ് ഒക്കെ വരും. ഇത് കണ്ടോ, 7,000 രൂപ സ്റ്റാർട്ടിംഗ് തൊട്ടുണ്ട്. അപ്പം ഇത് 2 ഗ്രാം ആണ്. ഇത് 2 ഗ്രാം. അപ്പൊ കസ്റ്റമറിന്റെ പൈസ അനുസരിച്ച് നമ്മൾ ഏത് മോഡൽ വേണം നമുക്ക് ചെയ്ത് കാര്യങ്ങൾ കേട്ടോ. പിന്നെ ഇതൊക്കെയാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ മൂവിങ്സ് ഉള്ളത്. ബട്ടർഫ്ലൈ ഐറ്റംസ് ഒക്കെ ഏറ്റവും കൂടുതൽ മൂവിങ് ഉള്ള ഐറ്റംസ്. ഇത് കണ്ടോ, ഇത് 2 ലെയർ വരുന്നത്. നമുക്ക് വീഡിയോ തീരത്തില്ല പറഞ്ഞാൽ ഇങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാല്. പിന്നെ ഇത് ബ്രേസ്ലെറ്റ് ആണ്. 2 ഗ്രാം ഒക്കെ അങ്ങനെയൊക്കെ. 2 ഗ്രാം 3 ഗ്രാം. ഡയമണ്ടിന്റെ കുറെ വെറൈറ്റി ഉണ്ട്. താലിയാണ് കണ്ടോ. ഡയമണ്ടിന്റെ താലി കണ്ടോ. ഇത് കണ്ടോ, ഡയമണ്ട് താലിയാണ്. അപ്പൊ ഏറ്റവും ചെറിയ ഡയമണ്ടിന്റെ സാധനം എന്തോ ഉള്ളത്? ഇത് നോസ്പിന് സ്റ്റാർട്ടിങ് വരും. 3000 സംതിങ് പോലെ നമുക്ക് 3000 രൂപ. 3000 സംതിങ് പോലെ. ഇതൊക്കെയോ ഈ മോഡൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് മൂവിങ് ഉള്ള ഒരു ഐറ്റം ആണ്. ഇത് 4800 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. 4800 രൂപയ്ക്ക് നിങ്ങൾ ഡയമണ്ടിന്റെ ഇപ്പൊ എല്ലാ
എല്ലാവർക്കും ഇതുപോലെ കമ്മലുണ്ട്. അപ്പൊ ഇതൊക്കെ ഈ ഒരു പ്രൈസിൽ പരം ചെറുതുകൊണ്ട് 3000 രൂപയുടെ ഉണ്ട്. 3000 സംതിങ് പോലെ പൊടി സാധനം കിട്ടും. ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുവന്നാൽ എങ്ങനെയായിരിക്കും? ഇത് നമുക്ക് എപ്പോൾ മാറാൻ വേണ്ടി വന്നാലും 1 രൂപ പോലും ഡയമണ്ടിൽ അതിനകത്ത് കുറവ് വരില്ല. നമ്മൾ എത്രയാണോ അതിന് സെന്റിന് വാങ്ങുന്നത് ആ റേറ്റ് നിങ്ങൾക്ക് എപ്പോൾ എക്സ്ചേഞ്ചിന് വന്നാലും ഫുൾ റേറ്റ് കിട്ടും. എക്സ്ചേഞ്ച് വിൽക്കാനായിട്ട് വന്നാലും ചെറിയൊരു മാർജിൻ മാത്രമേ വ്യത്യാസം വരത്തുള്ളൂ. ചേഞ്ചിങ് ആണെങ്കിൽ അതേപോലെ 18 ആണെങ്കിൽ അതുപോലെ തന്നെ ഏതോ ഐറ്റം ഇവിടെ നിന്ന് എടുത്താലും അങ്ങനെ തന്നെ ആയിരിക്കും. അങ്ങനെ ഒരു വലിയ പ്രത്യേകത ഇവിടെ ഉണ്ട്. ഇതൊക്കെ അത് നമുക്ക് 18ലും ഡയമണ്ടിലും ബാങ്കിലൊക്കെ വന്നു. ഇപ്പോഴത്തെ ഇങ്ങനെ ലൈറ്റ് വെയിറ്റ് സാധനങ്ങളൊക്കെയാണ് ട്രെൻഡിങ് ആയിട്ട് വെക്കണം. ഇങ്ങനത്തെ മോഡലുകൾ. പിന്നെ പിന്നെ നമുക്ക് ഡയമണ്ടിൽ ഇങ്ങനെ ഇതെങ്കിൽ ഇതുപോലത്തെ ഐറ്റംസ് ഒക്കെ വരും. ഡയമണ്ട് ബാംഗിൾസ് ചെറിയ എമൗണ്ടിൽ വരുന്ന ചെറിയ ലൈറ്റ് വെയിറ്റ്. അതൊക്കെയോ? ഇത് ഡയമണ്ട് നെക്ലേസ് ആണ്. നെക്ലേസുകളുണ്ട്. ഇതെല്ലാം അതിന് പല വെറൈറ്റി ഉണ്ട് ഇവിടെ. അതെല്ലാം നമുക്ക് ചെറിയ വേരിയേഷൻ ആയിരിക്കില്ല. മേക്കിംഗ് ചാർജിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടാവുന്നത്. ലൈറ്റ് വെയിറ്റിന്റെ വേറെ ഐറ്റങ്ങൾ. ഇതെന്തോ സാധനം? ഇത് നമുക്ക് 96ൽ സ്റ്റോൺ വർക്ക് വരുന്നതാണ്. വളരെ വെയിറ്റ് കുറവാണ് ഇതൊക്കെ വരുന്നത്. ഇതെല്ലാം വെയിറ്റ് കുറവാണ്. സ്റ്റോൺ അങ്ങനത്തെ ഇങ്ങോട്ട് നോക്കിയേ, ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. മുഴുവൻ നമുക്ക് കാണിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ വരുവാണെങ്കിൽ ശരിക്കും വീഡിയോയിൽ ഈ മൊത്തം കളക്ഷൻ കാണിക്കുക 2-3 മണിക്കൂർ വേണം. അതുകൊണ്ട് വന്ന് കാണുക. ഈ കാണുന്ന എത്ര പവനാ? 5 പവന്റെ വെഡിങ് സെറ്റ് ആണ്. 5 പവനേ ഉള്ളൂ. ഇത്രയും സാധനങ്ങൾ 5 പവൻ. ഇത് കണ്ടോ, വേറെ മോഡലുകളുണ്ട്. 5 പവൻ നമുക്ക് സെറ്റ് ചെയ്ത് നമ്മൾ കാണിക്കുന്നുള്ളൂ. അപ്പൊ 5 ആണെങ്കിലും 10 ആണെങ്കിലും എത്ര ഏത് വെയിറ്റിലാണ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നേരത്തെ ഓർഡർ പറയാന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ചെയ്യും. ഇവിടുത്തെ ഗോൾഡിന്റെ വേറൊരു പ്രത്യേകത പറയാം. കൃത്യമായിട്ടുള്ള ടെസ്റ്റ് അത് കഴിഞ്ഞിട്ടാണ് ഇവിടുന്ന് കൊടുക്കുന്നത്. ഇനി ആർക്ക് വേണമെങ്കിലും ഇവിടെ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. എന്തൊക്കെ ഇവിടെ ചെയ്യുന്നത്? ഇതിനകത്ത് നമുക്ക് പ്യൂരിറ്റി ചെക്ക് ചെയ്ത് കാണാം. ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതൊരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളതാണ്. ഇതൊന്ന് ചെക്ക് ചെയ്യാമോ? ഇത് ചെക്ക് ചെയ്ത് കാണാം. നോക്കിക്കോണം. ടെസ്റ്റ് വെച്ച് എത്ര സമയം എടുക്കും? 30 സെക്കൻഡ് മതി. 30 സെക്കൻഡ് മതി. ഇത് എന്തൊക്കെയാ ഇത് കാണിച്ചേക്കുന്നത്? ഇത് 22 ക്യാരറ്റ് 96 ഉള്ളതാണ്. നമുക്ക് 22 ക്യാരറ്റ് കാണിക്കുന്നത്. മാറ്റ് കുറവുള്ളതാണെങ്കിൽ നമുക്ക് ഇവിടെ 9.6 താഴേക്ക് വരും. ഇവിടെ 21 ക്യാരറ്റ് 20 ക്യാരറ്റ് താഴേക്ക് കാണാം. സിൽവർ 92 പോയിന്റ് സംതിങ് ഉണ്ട്. അതിനകത്ത് നമുക്ക് കോപ്പർ എത്ര % ഉണ്ടെന്ന് അറിയാം. 18 ക്യാരറ്റാ. ഇത് വെച്ച് നോക്കാം. ഇതിനകത്ത് എല്ലാം കൃത്യമുണ്ട്. ഇതിന്റെ അളവുകളൊക്കെ എന്ന് പറഞ്ഞത് നമുക്ക് 18 ക്യാരറ്റിൽ വരുന്നതാണ്. 75 അതിനകത്ത് ഗോൾഡിന്റെ പെർസെന്റേജ് വരത്തുള്ളൂ കേട്ടോ. അങ്ങനെ നമുക്ക് ഏത് ക്വാളിറ്റി സിൽവർ ആണ് വെക്കണമെങ്കിൽ എല്ലാ ഇതിനകത്ത് ചേർന്നേക്കുന്ന ലോഗോ ഏതൊക്കെയാണെന്ന് അറിയാൻ പറ്റില്ല. അണ്ണാ ഇപ്പൊ എന്തോ ചെയ്യുന്നേ? മോതിരം ഉണ്ടാക്കും അല്ലയോ? അപ്പൊ ഈ സാധനം എന്തുവായിരുന്നു? വളയുടെ എല്ലാ ആദ്യത്തെ സ്റ്റേജ് എല്ലാം റെഡിയാക്കി വെച്ചേക്കുക. ഇത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ എല്ലാ സംഭവങ്ങളും വരുന്നത്. അപ്പൊ ഏത് മോഡൽ നമ്മൾ ഇവിടെ ചെയ്യും ഇല്ലയോ? പഴയതായാലും പുതിയതായാലും ഒരു പ്രശ്നമില്ല. നമ്മുടെ ഈ മെഷീൻ പഴയതൊന്നും മാറ്റിയിട്ടില്ലല്ലോ? മെഷീൻ ഒന്നും മാറ്റിയിട്ടില്ല. മെഷീനൊക്കെ പഴയത് തന്നെ. പഴയ മെഷീനാണ്. ഞാൻ പഴയ വർക്കുകൾക്ക് ഇപ്പോഴും ഡിമാൻഡുണ്ട്. പിന്നെ ഹാൻഡ് മെയ്ഡിന് ഉറപ്പും ബലമെല്ലാം കൂടുതലാണ്. ലാസ്റ്റിങ് കൂടുതൽ കിട്ടും. എന്ന് വെച്ച് നമ്മൾ ഫിനിഷിങ് വേണമെന്നുണ്ടെങ്കിൽ മെഷീനും വേണം. അപ്പം മെഷീനും ആളുകളെയും കൂടി കൂട്ടിയുള്ള വർക്കാണ്, നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ള വർക്കാണ് ഇവിടെ നമ്മൾ കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ പുതിയ ഏത് മോഡൽ വർക്ക് നമ്മുടെ കടയിലുണ്ട്. കൂടാതെ പഴയതിൻ്റെ തനിമ പോവാത്ത ഈ മെഷീനിൽ തന്നെ എല്ലാം റെഡിയാക്കി തരികയും ചെയ്യും. ആ ഒരു കമന്റ്, നല്ലൊരു കമന്റ് ഇട്ടതിന് സമ്മാനദാനം നിർവഹിക്കുന്ന ഞങ്ങളുടെ മൂത്തയേട്ടൻ സുരേന്ദ്രനാണ്. തമ്പി എന്ന് വിളിക്കും. ചേട്ടൻ എൻ്റെ പേര് ജിനുമോൾ എന്നാണ്. എൻ്റെ ഹസ്ബൻഡാണ് വിന്നർ. ശരിക്കും എൻ്റെ ഹസ്ബൻഡാണ്. ആളിവിടെ നാട്ടിലില്ല, ദുബായിലാണ്. അപ്പോൾ ഞാനാണ് അതുകൊണ്ട് വന്നത്. ഒരുപാട് സന്തോഷം. ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തില്ല ഇങ്ങനൊരു ഗിഫ്റ്റ്, ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. ഇങ്ങനൊരു ഗിഫ്റ്റ് തന്നതിന് അശോക് ഗോൾഡിന് ഒരുപാട് നന്ദി. കൂടെ വന്നത് അച്ഛനാണ്. മോളാണ്. എനിക്കിത് കിട്ടിയ സന്തോഷം, വളരെ സന്തോഷം. നമ്മൾ വീഡിയോ എല്ലാം കണ്ടു. ഈ സ്ഥലം എവിടാ? ഇത് കോട്ടയം എറണാകുളം ബോർഡറാണ്. കഴിഞ്ഞ വീഡിയോയിലാണെങ്കിൽ നമുക്ക് സ്ഥലം ആൾക്കാർക്ക് മനസ്സിലാൻ പറ്റുന്നില്ല. കോട്ടയം എറണാകുളം ബോർഡറാണ്. നമ്മൾ നീർപ്പാറ എന്ന് പറഞ്ഞ സ്പോട്ടിൽ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. ഇങ്ങോട്ടേക്ക് വന്നാൽ ഇത് 2 കിലോമീറ്റർ ഉള്ളിലേക്ക്. ബ്രഹ്മമംഗലം പ്രോപ്പർ ബ്രഹ്മമംഗലം മാർക്കറ്റിനടുത്താണ് നീർപ്പാറ എന്ന് പറയുന്ന സ്ഥലം. ഗൂഗിൾ മാപ്പിൽ അശോക് അടിച്ചു കൊടുത്താലും കിട്ടും, നേരെ എത്താൻ പറ്റും. കൂടാതെ ഈ വീഡിയോയിൽ നമ്പറുണ്ട്, കമന്റ് ബോക്സിൽ നമ്പറുണ്ട്. വിളിച്ചിട്ട് ഇനി പോന്നാൽ മതി.